ഹായ് എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു മൈ ട്രെൻഡ് എഫക്സ് യൂട്യൂബ് ചാനൽ. സോ നമുക്ക് ഇന്നലെ നമ്മുടെ ലാസ്റ്റ് ഡേ എക്സ്പയറി ഡേ ആയിരുന്നു, ചൊവ്വാഴ്ചയായിരുന്നു. 25,232 നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇസ് 25,232. അതായത് ലാസ്റ്റ് ഡേയുടെ ഹൈയിൽ നിന്ന്, മൺഡേയുടെ ലോയിൽ നിന്ന് 353 പോയിൻറ്റ്, 353 പോയിൻറ്റ്സ് ആണ് നിഫ്റ്റി താഴോട്ട് ഫാൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് കാരണങ്ങളുണ്ട്. ഫണ്ടമെൻ്റൽ ഇഷ്യൂസ് ഉണ്ട്, ന്യൂസ് ഉണ്ട്, ഫിയർ ഉണ്ട്, FII സെല്ലിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ന്യൂസ് ബേസ് ഉണ്ട്. അതിന് പുറമേ തന്നെ നമുക്ക് ആസ് എ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരുപാട് ഇൻഡിക്കേഷൻസും മാർക്കറ്റിലുണ്ടായിരുന്നു അല്ലേ. ലാസ്റ്റ് വീക്ക് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ മൈ സ്റ്റുഡൻസ് നിങ്ങൾക്ക് മനസ്സിലാവും ലാസ്റ്റ് വീക്ക് ക്യാൻഡിൽ എന്തായിരുന്നു എന്ന്. എന്തായിരിക്കും മാർക്കറ്റിൻ്റെ, അതായത് ഇപ്പോൾ കഴിഞ്ഞിറങ്ങിയ ബാച്ചിന് മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് മൂവ്മെൻറ്റ്. മാർക്കറ്റിന് ലാസ്റ്റ് വീക്ക് ക്യാൻഡിൽ നിന്ന് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ അത് തന്നെയാണ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. മാർക്കറ്റ് നല്ലൊരു ഹ്യൂജ് ഫാള്. അതല്ലാതെ നമ്മൾ പഠിച്ച കാൽക്കുലേഷൻസ് ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും നിഫ്റ്റി ഈ ഒരു എക്സ്പെക്റ്റിംഗ് ഫാൾ നമുക്ക് 1 day ബിഫോർ പ്രയർ നമുക്ക് ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ കഴിയും. ആൻഡ് ഒബ്വിയസ്ലി ഡേ ലോ ബ്രേക്ക് ചെയ്തു, അതും ഒരു റീസണാണ് താഴോട്ട് നിഫ്റ്റി ഫാൾ ചെയ്തു. പിന്നെ OI ഡാറ്റ ഇന്ന് ലൈവ് ക്ലാസ്സിൽ സുൽഫത്ത്, ഗൂഗിൾ ആൻഡ് പിന്നെ ആരുണ്ടായിരുന്നു, ജിബിൻ, ദെൻ അഫാൻ, ഞാൻ ലൈവായിട്ട് OI നിങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. സോ OI ബിൽഡ് ചെയ്യുന്നതനുസരിച്ചുള്ള മാർക്കറ്റിൻ്റെ റിയാക്ഷൻസും നമ്മൾ ലൈവായിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, സോ മാർക്കറ്റിൽ നമ്മൾ പറയാനുള്ളത്, മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് ലേൺ ചെയ്യുക, എന്നിട്ട് ഏൺ ചെയ്യാൻ വരിക. ഓക്കെ, ആദ്യം നമ്മൾ ഏൺ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലെല്ലാം ലൂസ് ചെയ്യും. അതുകൊണ്ട് പഠിച്ചിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. സോ നാളത്തെ നമ്മുടെ ലെവൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നാളെ നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നത് സെൽ ഓൺ റൈസ് എന്ന സ്ട്രാറ്റജി ആയിരിക്കും. കാരണം ഹയർ ടൈം ഫ്രെയിം എല്ലാം ബിയറിഷ് ആണ്. വീക്ക്ലി, മന്ത്ലി, ഡെയിലി, ഓൾ ഹയർ ടൈം ഫ്രെയിം ബിയറിഷ് ആണ്. ആൻഡ് മാർക്കറ്റ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എന്താണ്, ട്രേഡ് വിത്ത് ട്രെൻഡ് അല്ലേ. എന്താണ് ട്രെൻഡ്, അതിന് ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യാതെ ട്രെൻഡിന് ഒരുമിച്ച് ട്രേഡ് ചെയ്യുക. സോ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇപ്പം ഡൗൺ ട്രെൻഡാണ്. കംപ്ലീറ്റ്ലി ഡൗൺ ട്രെൻഡിലോട്ട് മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇനിയൊരു ബൈ സിനാരിയോ വരുന്നവരെ നമുക്ക് ട്രേഡ് ബൈ സൈഡിലോട്ട് നമുക്ക് നോക്കണ്ട. ഇനി നമുക്ക് നോക്കേണ്ടത് എല്ലാ റൈസിലും സെല്ല് ചെയ്യുക അല്ലേ. ഏതൊക്കെ, അതായത് ഉയർന്ന പ്രൈസിൽ മാർക്കറ്റിലോട്ട് കയറുമ്പം അവിടുന്ന് സെൽ ചെയ്യുക. അപ്പോൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, ബൈ ഓൺ ദ ബോട്ടം ആൻഡ് ദ സെൽ ഓൺ ദ റൈസ് അല്ലേ. എപ്പോഴും സപ്ലൈ സോണിൽ നിന്നാണ് സെല്ല് ചെയ്യേണ്ടത്, ഡിമാൻഡ് സോണിൽ നിന്നല്ല സെല്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സപ്ലൈ സോണായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് 25,283-നും 25,300-നും ഇടയിൽ. ഈ ഒരു ഏരിയക്കുള്ളിൽ മാർക്കറ്റിനെ നാളെ ഒന്ന് മോളോട്ട് റൈസ് ചെയ്തിട്ട് മാർക്കറ്റിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാർക്കറ്റിനെ സെല്ല് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ടാർഗറ്റ് 25,172, 25,152, 25,079, 25,024 ഇതായിരിക്കും നമ്മുടെ താഴോട്ടുള്ള ടാർഗറ്റ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് റൈസ് ചെയ്യുമ്പോൾ, ഒന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടുന്ന് മാർക്കറ്റിനെ സെല്ല് ചെയ്യാം. സോ അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്കറ്റ് കാണിക്കുമ്പോഴാണ് ചെയ്യേണ്ടത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈവ് മാർക്കറ്റിൽ നമുക്ക് നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ പബ്ലിക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ജോയിൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ്. നമ്മുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും കമൻറ്റ് ബോക്സിൽ, അവിടെ ജോയിൻ ചെയ്താൽ മതി. അവിടെ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ തൽക്കാലം നമ്മുടെ സ്വിംഗ് ട്രേഡ് സ്റ്റോക്സ് ഒന്നും ഞാൻ എന്തായാലും പറയുന്നില്ല. കാരണം സ്വിംഗ് ട്രേഡിനെ പറ്റിയ ഒരു സമയമല്ല ഇപ്പം. ഓക്കെ, മാർക്കറ്റ് ഒരു ഇൻഡിസിഷൻ ആണ്. മാർക്കറ്റ് ഒരു സൈഡിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, അത് ഡൗൺ സൈഡിലോട്ടാണ്. സോ നമുക്ക് സ്വിങ്ങിന് ഒരു സ്റ്റോക്ക് ഇപ്പോൾ എടുത്തു വെക്കുന്നത് നോട്ട് സേഫ്. അതുകൊണ്ട് നമ്മൾ പൊസിഷനൊന്നും ഇപ്പോൾ തൽക്കാലം ഹോൾഡ് ചെയ്യുന്നില്ല. നമ്മൾ ഡേ ട്രേഡിങ് ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റിനെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നല്ലത്. ഓക്കെ, പിന്നെ അപ്കമിങ് ബജറ്റും വരുന്നുണ്ട്. സോ മാർക്കറ്റ് പെട്ടെന്ന് റേസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. നമുക്കതൊക്കെ നോക്കിയിട്ട് ടെക്നിക്കലായിട്ട് എന്താണോ മാർക്കറ്റ് കാണിച്ചു തരുന്നത് വിത്ത് കുറച്ച് ഡാറ്റയും ഉപയോഗിച്ചിട്ട് OI ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ നാളത്തെ പ്ലാൻ മനസ്സിലായിട്ടുണ്ടാവും. സെൽ ഓൺ റൈസ് ആണ് നാളത്തെ പ്ലാൻ. 25,172, 152, 079, 024 ഇതായിരിക്കും നമ്മൾ നാളത്തെ ടാർഗറ്റ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു, ഗുഡ് നൈറ്റ്.